ഞങ്ങൾ അന്നേ പറഞ്ഞു, വഖഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരും. നിങ്ങൾ എല്ലാം അറിയണം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സർക്കാർ ഇതര ഭൂവുടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞത്. 7 കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി വെറും 17.29 ഏക്കറല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും രഹസ്യം മനസ്സിലായല്ലോ. ഒരു ഹൈന്ദവ രാഷ്ട്രത്തിലേക്കാണോ ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? മതേതര ജനാധിപത്യ രാഷ്ട്രമെന്ന ഭരണഘടനയിൽ പറയുന്ന ഇന്ത്യ സ്വപ്നമാവുകയാണോ? വഖഫ് ബില്ലിന് ശേഷം ചർച്ച് ബില്ല് വരുന്നു, അതിനുശേഷം ഏകീകൃത സിവിൽ കോഡ്. അങ്ങനെ ഭരിക്കുന്നവരുടെ മോഹങ്ങൾ പലതാണ്. ഇങ്ങനെ പോയാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഗതി എന്താവും?